ഏറെ ഞെട്ടിപ്പിച്ച സംഭവമാണ് ലെബനൻ പേജർ സ്ഫോടനങ്ങൾ. പേജർ സ്ഫോടനത്തിൽ ഒരു വലിയ ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. വയനാട് മാനന്തവാടി സ്വദേശി റിൻസൺ ജോസിന് സ്ഫോടനങ്ങളുമായി ബന്ധമുണ്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത്. റിൻസൻ്റെ ബന്ധുക്കളും വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലാണ്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നോർവേയിലാണെന്നും നല്ല ശമ്പളമുള്ള ജോലിയുണ്ടെന്നും മാത്രമേ റിൻസനെക്കുറിച്ച് ബന്ധുക്കൾക്കറിയൂ. 2 വർഷം കൂടുമ്പോൾ റിൻസൺ നാട്ടിൽ വരാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. ഒടുവിൽ കഴിഞ്ഞ നവംബറിലാണ് നാട്ടിൽ വന്നു പോയത്. റിൻസന് എന്താണ് പറ്റിയതെന്ന് അറിയില്ലെന്നാണ് അമ്മാവൻ തങ്കച്ചൻ്റെ പ്രതികരണം. കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ വന്ന റിൻസൺ ജനുവരിയിലാണ് തിരിച്ചു പോയത്. MBA കഴിഞ്ഞ ശേഷമാണ് നോർവേയിൽ പോയത്. സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. പല ജോലികളും ചെയ്തു. ഇപ്പോഴത്തെ ജോലി ഏറെ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയതെന്ന് റിൻസൺ പറഞ്ഞിട്ടുണ്ടെന്നും അമ്മാവൻ പറയുന്നു. 3 ദിവസം മുമ്പാണ് ഒടുവിൽ റിൻസൺ നാട്ടിലേക്ക് വിളിച്ചത്. സ്വന്തമായി കമ്പനിയുള്ള വിവരവും ബന്ധുക്കൾക്ക് അറിയില്ല. നോർവേ പൗരത്വമുണ്ട് റിൻസന്, സ്വന്തമായി വീടുമുണ്ട്. കമ്പനി ആവശ്യത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് പോയെന്ന് മാത്രം ബന്ധുക്കൾക്കറിയാം. ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഭാര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഫോൺ എടുക്കുന്നില്ല. അപ്രതീക്ഷിത വാർത്ത കേട്ടതിൻ്റെ ഞെട്ടലിലാണ് ബന്ധുക്കൾ. മാനന്തവാടി മേരിമാത കോളേജിലും ബാംഗ്ലൂരിലുമാണ് റിൻസൺ പഠിച്ചത്. കോട്ടയം സ്വദേശിയാണ് റിൻസൻ്റെ ഭാര്യ. ഇരട്ട സഹോദരനും മറ്റൊരു സഹോദരിയുമുണ്ട്. സഹോദരന് UK ജോലി, സഹോദരി അയർലൻഡിലും. പിതാവ് ജോസിന് തയ്യൽ ജോലിയാണ്. 10 വർഷം മുമ്പാണ് റിൻസൺ നോർവേയിലേക്ക് പോയത്. ലെബനനിലെ പേജർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് റിൻസൻ്റെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അന്വേഷണം തുടങ്ങിയെന്ന് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പേജർ വാങ്ങാൻ പണം കൈമാറിയത് റിൻസൻ്റെ കമ്പനി വഴിയാണെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടിയത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ BAC കൺസൾട്ടിംഗ് KFT എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചത്. പേജറുകൾ വാങ്ങാനുള്ള പണം മലയാളിയുടെ കമ്പനി ഹങ്കർ കമ്പനിക്ക് കൈമാറിയെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നോർവേയിൽ താമസിക്കുന്ന റിൻസൻ്റെ കമ്പനി ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോർവേയിലെ ഒരു കമ്പനിയിൽ റിൻസൺ ജോലി ചെയ്യുന്നുണ്ട്. പണം കൈമാറാനുള്ള നിഴൽ കമ്പനിയായി റിൻസൻ്റെ സ്ഥാപനം പ്രവർത്തിച്ചുവെന്നാണ് അനുമാനം. ഏതാണ്ട് 1.3 മില്യൺ പൗണ്ട് റിൻസൺ ഹംഗേറിയൻ കമ്പനിക്ക് കൈമാറിയെന്നാണ് പുറത്തു വരുന്ന വിവരം. പേജറുകൾ നിർമ്മിച്ചതിലോ സ്ഫോടക വസ്തുക്കൾ അതിൽ നിറച്ച ഇസ്രായേൽ നീക്കത്തിലോ റിൻസന് പങ്കുള്ളതായി തൽക്കാലം തെളിവില്ല. 2-ലധികം കമ്പനികൾ വഴി പണം കൈമാറിയിട്ടുണ്ടെങ്കിലും പേജറുകൾ ആര് നിർമ്മിച്ചുവെന്ന് ഇപ്പോഴും ദുരൂഹമാണ്. UK കുറച്ചു കാലം ജോലി ചെയ്ത ശേഷമാണ് റിൻസൺ നോർവേയിലേക്ക് കുടിയേറിയത്. നോർവേയും ബൾഗേറിയയും റിൻസൻ്റെ കമ്പനിയുടെ പങ്കിനെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അതിനിടെ സംഭവത്തിൽ കമ്പനിക്ക് ക്ലീൻ ചിറ്റ് നൽകി ബൾഗേറിയൻ അന്വേഷണ ഏജൻസി രംഗത്ത് വന്നു. റിൻസൺ ജോസ് എന്ന മലയാളിയുടെ ബൾഗേറിയൻ കമ്പനികൾ വഴിയാണ് പേജറുകൾക്ക് പണം എത്തിയതെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കമ്പനി നിയമലംഘനം നടത്തിയതായി തെളിവില്ലെന്നാണ് ബൾഗേറിയൻ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ നിയമം പാലിച്ചുള്ള പണമിടപാട് മാത്രമാണ് റിൻസൻ്റെ കമ്പനി നടത്തിയിട്ടുള്ളതെന്നും ഭീകരപട്ടികയിലുള്ള സംഘടനകളുമായോ സ്ഥാപനങ്ങളുമായോ ഇടപാടിന് തെളിവില്ലെന്നും ബൾഗേറിയൻ അന്വേഷണ ഏജൻസി അറിയിക്കുന്നുണ്ട്. റിൻസൻ്റെ നോട്ട ഗ്ലോബൽ, നോട്ട ലിങ്ക് എന്നീ കമ്പനികൾ വഴി പേജർ വാങ്ങാനുള്ള പണം കൈമാറിയെന്നാണ് റിപ്പോർട്ട്. അന്വേഷണ ഏജൻസി ക്ലീൻ ചിറ്റ് നൽകുമ്പോഴും ദുരൂഹത തുടരുകയാണ്. റിൻസൺ എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരൂഹത. ഭാര്യ ഫോണെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും കോൺഫിഡൻഷ്യലായ ഒരു ഡീലിൻ്റെ ഭാഗമായി എങ്ങനെയാണ് റിൻസൺ എത്തിയത്? പേപ്പർ കമ്പനിയുടെ ലക്ഷ്യം എന്താണ്? ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹിസ്ബുള്ളയ്ക്കുള്ള പേജറുകൾ എങ്ങനെയാണ് റിൻസൻ്റെ കമ്പനി വഴി കൈമാറ്റം ചെയ്യപ്പെട്ടത്? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളും സംഭവത്തിലുണ്ട്. റിൻസൺ എവിടെയാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ജീവൻ അപകടത്തിലാണോ? ഹിസ്ബുള്ള പോലൊരു സംഘടനയെ വെല്ലുവിളിച്ച ഡീലിൻ്റെ ഭാഗമായ വ്യക്തിയാണ്. അതിനാൽ റിൻസൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. അല്ലെങ്കിൽ മൊസാദുമായി റിൻസൺ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത്തരത്തിൽ ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്.